ഹായ് സ്റ്റുഡൻസ്, ഇന്നലെ പിയേഴ്സൺ ടീമിൽ നിന്ന് നമുക്ക് കുറച്ച് അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആ അപ്ഡേറ്റ് എന്താണ് എന്നുള്ളൊരു ഷോർട്സ് ആയിട്ട് ഞാൻ ഇന്നലെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് 7-ാം തീയതി മുതൽ എക്സാം എഴുതുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ അന്ന് തൊട്ട് എക്സാം എഴുതുന്ന എല്ലാ ആളുകൾക്കും 2 ടാസ്കുകളും കൂടെ എക്സ്ട്രാ ആയിട്ട് ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അപ്പൊ അത് ഓഗസ്റ്റ് 6-ാം തീയതി വരെ പരീക്ഷ എഴുതുന്ന ആർക്കും അത് എഫക്ട് ചെയ്തില്ല. നമുക്ക് ഇതുവരെ PT അക്കാഡമിക്കിനും PT അക്കാഡമിക് UKVIക്കും 20 ഡിഫറെന്റ് ടാസ്കുകളാണ് ഉള്ളത്. അപ്പം ഓഗസ്റ്റ് 6-ാം തീയതി വരെ എക്സാം എഴുതുന്ന കുട്ടികൾക്ക് അത് 20 ടാസ്കുകൾ തന്നെയായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഓഗസ്റ്റ് 7-ാം തീയതി തൊട്ട് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് ടോട്ടൽ 22 ടാസ്കുകളായിരിക്കും ഉണ്ടാകുക. ഈ 2 എക്സ്ട്രാ ടാസ്ക് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് പാർട്ട് 1 സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗിൽ സ്പീക്കിങ്ങിലാണ് അത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. സോ ഇതുവരെ നമുക്ക് എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് 1.5 മണിക്കൂർ ടു 2 മണിക്കൂറിനുള്ളിൽ നമുക്ക് എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇനി നമുക്ക് എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ 1.25 മണിക്കൂർ ടു 2 മണിക്കൂറിനുള്ളിലാണ് നമുക്ക് എക്സാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇത് എന്തൊക്കെയാണ്, ഈ പുതിയ ടാസ്കുകൾ എന്തൊക്കെയാണ്, അത് നമ്മൾക്ക് ഡിഫിക്കൽട്ട് ആണോ, ഇവര് എക്സാം നമ്മളെ ഡിഫിക്കൽട്ട് ആക്കുവാണോ എന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ടാസ്കുകൾ ഒരു ലാസ്റ്റ് 1 ഇയർ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക്, അതായത് ഒരു 3 മാസം കൂടുമ്പോൾ തന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ അഡീഷണൽ അല്ലെങ്കിൽ ട്രയൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് എക്സാമിന് ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ജൂലൈയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഒക്ടോബറിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ 2 ടാസ്കുകളും സ്പീക്കിംഗ് സെഷനിൽ ട്രയൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് പിയേഴ്സൺകാർ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന്, അതായത് ഈ 2 ടാസ്കുകൾ ഏതൊക്കെയാണ്? ഒന്ന് സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷനും, 2 റെസ്പോണ്ട് ടു എ സിറ്റുവേഷനും. ഈ 2 ടാസ്കുകളായിരുന്നു ട്രയൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് അവർ ആഡ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് അതിൽ റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ അവർ ഓൾറെഡി PT കോറിൽ സ്പീക്കിംഗിൽ അവർ കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ PT അക്കാഡമിക്കിലേക്കോ അല്ലെങ്കിൽ PT അക്കാഡമിക് UKVIയിലേക്കോ ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഈ 2 ടാസ്കും പാർട്ട് 1 സ്പീക്കിങ്ങിൽ അവർ ഇൻക്ലൂഡ് ചെയ്തേക്കാണ്. സോ ഇത്രയും കാലം നമുക്ക് പാർട്ട് 1 സ്പീക്കിങ്ങിൽ 5 ടാസ്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യം റീഡ് അലൗഡ്, രണ്ടാമത് റിപ്പീറ്റ് സെന്റൻസ്, മൂന്നാമത് ഡിസ്ക്രൈബ് ഇമേജ്, പിന്നെ റീറ്റെൽ ലെക്ചർ ആൻഡ് ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻ. അതായിരുന്നു 5 ടാസ്കുകൾ. ഇനി 6-ാമത് വരുന്ന ടാസ്ക് ആണ് സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് 7-ാമത് വരുന്ന ടാസ്ക് ആണ് റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ. സോ കുറെ ആൾക്കാർക്ക് എക്സാമിന് വേണ്ടി നേരത്തെ ബുക്ക് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അപ്പം ഓഗസ്റ്റ് 7-ാം തീയതിക്ക് ശേഷം ബുക്ക് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ആകെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ഇനിയിപ്പോ എന്താ ചെയ്യുക, നമ്മൾ എക്സാം എഴുതാൻ നേരത്താണല്ലോ ഈ മാറ്റങ്ങളെല്ലാം വരുന്നത് എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക്. അതേപോലെ ഇത് PT എക്സാം കൂടുതൽ ഡിഫിക്കൽട്ട് ആക്കുവാണോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. ഡിഫിക്കൽട്ട് ആക്കുവാണോ എന്നുള്ളത് നമ്മളുടെ സ്റ്റാൻഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ, ആസ് എ സ്റ്റുഡന്റ് നമ്മളുടെ സ്റ്റാൻഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് തോന്നും അത് ഡിഫിക്കൽട്ട് ആക്കുവാണ് എന്നുള്ളത്. ഓക്കെ, പക്ഷെ പിയേഴ്സന്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അവരത് കുറച്ചുകൂടെ ഫെയറർ ആക്കുകയാണത്. അതായത് നേരത്തെ PT എക്സാമിലേക്ക് ഒരു 2 വർഷം മുന്നേ എങ്ങനെയൊക്കെ നമ്മൾ എന്തൊക്കെ അപ്ലൈ ചെയ്താലും വെറുതെ പോയി എന്തെങ്കിലും പറഞ്ഞാൽ പോലും നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കുമായിരുന്നു. ടെംപ്ലേറ്റുകളൊക്കെ ഒരേ ടെംപ്ലേറ്റ് തന്നെ ഒരു 100 പേരോ അല്ലെങ്കിൽ 200 പേരോ എത്ര പേര് തന്നെ എത്ര ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്താലും നമുക്ക് അതിനൊക്കെ സ്കോർ കിട്ടുമായിരുന്നു. വെറുതെ ഐ ക്യാൻ സി എന്ന് ഉപയോഗിച്ചിട്ട് നമ്മൾ പറഞ്ഞാൽ തന്നെ നമുക്ക് സ്കോർ കിട്ടും. നമ്മളുടെ പഴയ ഓഡിയോ അല്ലെങ്കിൽ പഴയ വീഡിയോസിന്റെ അകത്തൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കുറെ ഓരോ ടാസ്കുകൾ ഞാൻ ഒരു ആവറേജ് സ്റ്റുഡന്റിന്, ബിലോ ആവറേജ് സ്റ്റുഡന്റിന്, ഓരോ എബോ ആവറേജ് സ്റ്റുഡന്റ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് കാണിക്കുന്ന കുറെ വീഡിയോസ് ഉണ്ട്. അതിനകത്തൊക്കെ ഞാൻ ഐ ക്യാൻ സി ഉപയോഗിച്ചിട്ട് വേണേലും നിങ്ങൾക്ക് ചെയ്യാമെന്ന് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ ഇപ്പം അത് അവർ കുറച്ചുകൂടെ ഫെയറർ ആക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവരിങ്ങനെ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കി കൊണ്ടുവരുന്നത്. അപ്പൊ ഇപ്പം കുറച്ച് നാളിന് മുന്നേ കുറച്ച് മാറ്റങ്ങൾ വന്നായിരുന്നു. നമുക്ക് ഐ ക്യാൻ സി എന്നുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റിയില്ല, ഒരുപാട് സർക്കുലേറ്റ് ആയിട്ടുള്ള ടെംപ്ലേറ്റുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ. അപ്പൊ അതിനുശേഷമാണ് ഇന്നിപ്പം അല്ലെങ്കിൽ ഇന്നലെ ഇപ്പൊ ഈ 2 ടാസ്കുകൾ വന്ന്. ഈ ടാസ്കുകൾ മാത്രമല്ല ഇപ്പൊ പുതിയതായിട്ട് വന്നേക്കുന്ന അപ്ഡേറ്റുകൾ. എല്ലാവരും വിചാരിക്കുന്ന സ്പീക്കിംഗിൽ 2 ടാസ്ക് ഇൻക്ലൂഡ് ചെയ്ത് അത് മാത്രമാണ് പുതിയതായിട്ട് വന്ന മാറ്റം എന്നാണ്. അത് മാത്രമല്ല മാറ്റം. ഇത്രയും നാളും, അതായത് ഒരു 6-7 മാസം മുന്നേ വരെ ഡിസ്ക്രൈബ് ഇമേജിനും റീറ്റെൽ ലെക്ചറിനും മാത്രമായിരുന്നു ഹ്യൂമനും കൂടെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഹ്യൂമനും കൂടെ അത് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഡിസ്ക്രൈബ് ഇമേജും റീറ്റെൽ ലെക്ചറും ആയിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല.
describe image, retell lecture, summarize group discussion, respond to a situation, summarize written text, essay, ആൻഡ് സമ്മറൈസ് സ്പോക്കൺ ടെസ്റ്റ്. ഈ 7 ടാസ്കുകളിലും ഹ്യൂമനും കൂടെ ചെക്ക് ചെയ്യും. അതായത് നമ്മൾ ടെംപ്ലേറ്റ് ആണ് യൂസ് ചെയ്തത് എന്ന് കമ്പ്യൂട്ടറിന് ഫീൽ ചെയ്യുകയാണെങ്കിൽ ആ കമ്പ്യൂട്ടർ അത് ഫ്ലാഗ് ചെയ്തിടും. ഫ്ലാഗ് ചെയ്തതിന് ശേഷമാണ് ഹ്യൂമൻ ചെക്ക് ചെയ്യുന്നത്. അതല്ലാണ്ട് എല്ലാവരുടെയും എല്ലാ ക്വസ്റ്റ്യനും എടുത്ത് ഹ്യൂമൻ ചെക്ക് ചെയ്യും എന്നല്ല. നമ്മൾ റെപ്പറ്റേറ്റീവ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇപ്പൊ ഡിസ്ക്രൈബ് ഇമേജ് 3 ക്വസ്റ്റ്യൻ വരെയാണ്, 3ന് നമ്മൾ സെയിം വേർഡ്സ് അല്ലെങ്കിൽ സെയിം പാറ്റേൺ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കമ്പ്യൂട്ടറിന് അത് ഓക്കെ ഇത് ടെംപ്ലേറ്റ് ആണ് എന്ന് ഫീൽ ചെയ്ത് അത് റെഡ് ഫ്ലാഗ് ചെയ്തിടുകയാണെങ്കിൽ മാത്രം അത് ഹ്യൂമനും കൂടെ അത് ഇവാലുവേറ്റ് ചെയ്യും. അപ്പം എസ്ഐക്കൊക്കെ ഒരുപാട് സർക്കുലേറ്റ് ചെയ്ത ടെംപ്ലേറ്റുകൾ നിങ്ങൾ ഉപയോഗിക്കാണ്ടിരിക്കുക. അതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഒക്കെ ഇടുന്ന ടെംപ്ലേറ്റുകളൊക്കെ ഒരുപാട് സർക്കുലേറ്റ് ആയിട്ടുള്ളതായിരിക്കും. സോ അതൊക്കെ നിങ്ങൾ ഉപയോഗിക്കാണ്ടിരിക്കുക. അപ്പം പുതിയ ടെംപ്ലേറ്റുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. സോ ഇനി ഈ ടാസ്ക് എന്താണ്, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതിന്റെ റിസോഴ്സസ് എവിടെയെങ്കിലും ഒക്കെ അവൈലബിൾ ആണോ, നമുക്കിത് എവിടുന്ന് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ടാസ്ക് ആദ്യം എന്താണ് എന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇതാണ് വന്നേക്കുന്ന പുതിയ അപ്ഡേറ്റ്. ഫ്രം August 7th, 2025 we are making some updates to PT Academic and PT Academic UKVA including 2 new questions. ഇത് പിയേഴ്സന്റെ വെബ്സൈറ്റ് ആണ്. സോ അതിൻ്റെ അകത്ത് തന്നെ അവർക്ക് എന്ത് പുതിയ മാറ്റങ്ങൾ വന്നാലും അവർ വെബ്സൈറ്റിലിടും. പക്ഷെ അതിന് മുന്നേ ഈ കാര്യങ്ങളെല്ലാം ഇവരൊന്ന് ട്രൈ ചെയ്യും. നമ്മൾ എക്സാം എഴുതുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ ഇവരുടെ റിസർച്ചിന്റെ ഭാഗമായിട്ട് അതിങ്ങനെ ട്രയൽ ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് ചെയ്യും. ഇപ്പൊ റീസെന്റ് കുറെ ഇപ്പൊ എക്സാം എഴുതി, അതായത് ജൂലൈ 15-നൊക്കെ ജൂലൈ 15 ജൂൺ 15-ാം തീയതി ഒക്കെ എക്സാം എഴുതിയ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ റിപ്പീറ്റ് സെന്റൻസിന് നിങ്ങൾക്ക് റെക്കോർഡിംഗ് ബാർ സ്റ്റാർട്ട് ആവുന്നതിന് മുമ്പ് ബീപ്പ് സൗണ്ട് കേൾക്കുക, അങ്ങനെ കുറെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചിട്ടും ഞാനൊരു യൂട്യൂബ് ഷോർട്സ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയാണ് പുതിയതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്നുള്ളത്. ഓക്കെ, അപ്പം ഇപ്പോഴത്തത് അതായത് 2 ന്യൂ ക്വസ്റ്റ്യൻസ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ 2 ന്യൂ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് കൂടെ പറഞ്ഞുതരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ഒരു 3 ആളുകൾ എന്തെങ്കിലും അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്നിട്ട് അത് കേൾക്കുക. നമ്മൾക്ക് അത് ആക്ച്വലി അവരുടെ ഡിസ്കഷൻ ഒരു 3 മിനിറ്റോളം സമയം ഉണ്ടായിരിക്കും. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നതിന് ഒരു 3 മിനിറ്റോളം സമയം ഉണ്ടായിരിക്കും. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് എന്ന് നമ്മൾ ഷോർട്ടായിട്ട് നോട്ട് ചെയ്തിടുക. അത് കീ വേർഡ്സ് ആയിട്ട് എഴുതി വെക്കാം, അല്ലെങ്കിൽ ഫ്രേസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതി വെക്കാം. അപ്പൊ നിങ്ങൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇപ്പം 3 സ്പീക്കർ ആയിരിക്കും ഉണ്ടാകുക. അപ്പൊ നിങ്ങൾ ആദ്യം ടോപ്പിക്, ഇവർ എന്താണ് ഇവരുടെ ടോപ്പിക് എന്നുള്ളതെന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് സ്പീക്കർ 1 പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് ഇട്ടേക്കുക. എന്നിട്ട് സ്പീക്കർ 1 പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെക്കാം. സ്പീക്കർ 2 പറയുന്ന കാര്യങ്ങൾ അടുത്ത സ്ഥലത്ത് സ്പീക്കർ 2 എന്ന് എഴുതി വെച്ചിട്ട് സ്പീക്കർ 2 പറയുന്ന കാര്യങ്ങൾ അവിടെ എഴുതി വെക്കാം. ആൻഡ് സ്പീക്കർ 3, അങ്ങനെ 3 പേരും പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം മാറ്റി മാറ്റി എഴുതി വെക്കുക. ആൻഡ് വൺസ് ഈ ഓഡിയോ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ചെറിയൊരു പ്രിപ്പറേഷൻ ടൈം കിട്ടും. ഒരു 10 സെക്കൻഡ് സമയം നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കിട്ടും. അതിനുശേഷം നമുക്ക് 2 മിനിറ്റ് ആയിരിക്കും സംസാരിക്കാൻ സമയമുള്ളത്. 2 മിനിറ്റ് നമുക്ക് ഇതിനെ കുറിച്ചിട്ട് സംസാരിക്കാം. ഈ 2 മിനിറ്റും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സംസാരിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷെ എന്നാണേലും ഒരു 1.5 മിനിറ്റ് അത്രയുമെങ്കിലും നിങ്ങൾ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങളിപ്പോ സംസാരിക്കുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു. ഇപ്പൊ സ്പീക്കർ 1 പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അറിയാണ്ട് തെറ്റി സ്പീക്കർ 3 പറഞ്ഞു എന്ന് അങ്ങനെ പറയാൻ പാടില്ല. ഓക്കെ, ആൻഡ് കറന്റ്ലി ഇപ്പം ഈ സംഭവങ്ങളൊക്കെ 7-ാം തീയതി മുതൽ മാത്രമേ എക്സാമിന് വരത്തുള്ളൂ. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തെല്ലാം ട്രിക്കുകളും ടിപ്സുകളും ഒക്കെ ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാവും എന്നുള്ളത് 7-ാം തീയതിക്ക് ശേഷം, അല്ലെങ്കിൽ 2-3 കുട്ടികൾ പരീക്ഷ എഴുതിയതിന് ശേഷം മാത്രമേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം സോ ഫാർ അവർ പറയുന്നത് ടെംപ്ലേറ്റുകൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അതായത് മെമ്മറൈസ് ചെയ്ത് വെച്ചേക്കുന്ന സംഭവങ്ങളൊന്നും നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പം അവരിപ്പോ എങ്ങനെയൊക്കെ എന്തൊക്കെ ഉണ്ടാക്കിയാലും എന്തെങ്കിലുമൊക്കെ ട്രിക്സുകൾ എങ്ങനെയെങ്കിലും ആരെങ്കിലും ഒക്കെ കണ്ടുപിടിച്ച് പുറത്തേക്ക് വരാറുണ്ട്. അപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് പേടിക്കണ്ട, അയ്യോ ഇതെന്താ ചെയ്യാ. റെസ്പോണ്ടീവ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞ സാധനവും അങ്ങനെയാണ്. അതിനൊക്കെ നമുക്ക് ടെംപ്ലേറ്റുകളും കാര്യങ്ങളും ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട്. സോ
അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ആദ്യം എക്സാം എഴുതുന്ന കുറച്ച് ആളുകൾ മാത്രമാണ് അതിൽ ഇരകളായി പോകുന്നത്. അത് കഴിയുമ്പോഴത്തേനും അത് സെറ്റ് ആയിക്കോളും. അതിന് വേണ്ടിയിട്ട് ടെംപ്ലേറ്റുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഈ 3 സ്പീക്കേഴ്സിന് ഡിഫറെന്റ് അല്ലെങ്കിൽ പാർട്ടായിട്ട് മാറ്റി എഴുതി വെക്കുക. എന്നിട്ട് ഓരോ വ്യക്തികളും പറയുന്നത് എന്താണ് എന്നവിടെ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് പറയണം സ്പീക്കർ 1 എന്തൊക്കെയാണ് പറഞ്ഞത്, സ്പീക്കർ 2 എന്തൊക്കെയാണ് പറഞ്ഞത്, ആൻഡ് സ്പീക്കർ 3 എന്തൊക്കെയാണ് പറഞ്ഞത്. ഇതിനെയാണ് നമ്മൾ സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. 1 to 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് ഉണ്ടാകുക. ആൻഡ് ഇതാണ് ഇത് ലിസണിങ്ങിലേക്കും സ്പീക്കിങ്ങിലേക്കുമാണ് അതിന്റെ മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഇനി ഇത് ടാസ്ക് എങ്ങനെയാ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ചെയ്ത് കാണിക്കാം. നിങ്ങൾ അതിനെക്കുറിച്ച് വറി ചെയ്യണ്ട. നെക്സ്റ്റ് വൺ ഇസ് റെസ്പോണ്ട് ബേസ് സിറ്റുവേഷൻ. റെസ്പോണ്ട് ബേസ് സിറ്റുവേഷൻ ഈ സെയിം സംഭവം നമുക്ക് PT കോറിന്റെ അകത്ത് ഓൾറെഡി സ്പീക്കിങ്ങിന്റെ അകത്ത് ഉള്ളതാണ്. സോ ഇതിനെ കുറിച്ചിട്ട് വലിയ ടെൻഷൻ ഒന്നും വേണ്ട. റെസ്പോണ്ട് ബേസ് സിറ്റുവേഷൻ എന്താണ്, അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോസ് ഒക്കെ ഓൾറെഡി ഈ പ്രൊഫിയ PTയുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. ആൻഡ് റെസ്പോണ്ട് ബേസ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഓഡിയോ കേൾക്കും. ആൻഡ് ആ ഓഡിയോയുടെ സെയിം ഓഡിയോയിൽ എന്താണോ പറയുന്നത് അത് അവിടെ എഴുതിയും വെച്ചിട്ടുണ്ടായിരിക്കും. അതായത് ആ ഡിസ്ക്രിപ്ഷൻ സെയിം ആയിട്ട് അല്ലെങ്കിൽ ആ പ്രോംപ്റ്റ് എന്താണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. സോ ഓഡിയോ കേട്ടിട്ട്, അതായത് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് ആയിരിക്കും അവർ പറയുന്നത്. അപ്പം ആ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നാണ് ഇവർക്ക് അറിയേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പം അവർ ചോദിക്കുന്ന വെച്ചാൽ നമ്മളിപ്പം ഏതെങ്കിലും ഒരു കോഫി ഷോപ്പിൽ കോഫി കുടിക്കാൻ പോയി. അപ്പോഴത്തേന് നമ്മളുടെ ബാഗ്, അസൈൻമെന്റ്സ് ഉള്ള നമ്മുടെ ബാഗ് അവിടെ വെച്ച് നമ്മൾ മറന്നുപോയി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഓർത്തത് ബാഗ് മിസ്സായി എന്നുള്ളത്. സോ നിങ്ങൾ ആ കോഫി ഷോപ്പിൽ മാനേജറിനെ വിളിച്ച് സംസാരിക്കുന്നത്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നിങ്ങൾ സംസാരിക്കുക എന്നുള്ളതായിരിക്കും ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്താ പറയാ, അവരെ വിളിക്കുക, മാനേജറിനെ വിളിക്കുക, എന്നിട്ട് നമ്മളുടെ പേര് പറയാ, നമ്മൾ ഇന്ന ദിവസം ഇന്ന സമയത്ത് കോഫി കുടിക്കാൻ വന്നിരുന്നു, ആൻഡ് എന്റെ ബാഗ് പറയാം. ബാഗ് പറയുമ്പോൾ ബാഗിന്റെ കളർ, അതായത് നമുക്കത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അത് നമ്മളുടെ ആണ് എന്ന് ഉറപ്പുവരുത്താനായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയാം. ബാഗിന്റെ കളർ പറയാം, ബാഗിന്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങളാണുള്ളത്, നിങ്ങളുടെ ID പ്രൂഫ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. ഓക്കെ. ആൻഡ് റെസ്പോണ്ട് ബേസ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോംപ്റ്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 60 വേർഡ്സ്, അതായത് അവിടെ എഴുതി വെച്ചിരിക്കുന്ന സാധനങ്ങൾക്ക് 60 വേർഡ്സ് ആയിരിക്കും. ആൻഡ് നിങ്ങൾക്ക് സംസാരിക്കാൻ 40 സെക്കൻഡ് സമയം ഉണ്ടാവും. ഓക്കെ. 40 സെക്കൻഡ് സംസാരിക്കണമെന്നില്ല, ഒരു 30-35 സെക്കൻഡ് നിങ്ങൾക്ക് സംസാരിക്കാം. ആൻഡ് ഇത് സ്പീക്കിങ്ങിലേക്ക് മാത്രമാണ് മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സമറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ നമുക്ക് സ്പീക്കിങ്ങിലേക്കും അതേപോലെ തന്നെ ലിസണിങ്ങിലേക്ക് വരുന്ന മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് ഇത് സ്പീക്കിങ്ങിലേക്ക് മാത്രമാണ്. ഇതും 1 to 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് ഉണ്ടാവുക. അപ്പം അത് സിമ്പിൾ ആണ്. അപ്പം അത് കുറച്ചുകൂടെ നമ്മുടെ സ്പീക്കിംഗ് സ്കിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ആൻഡ് ഇത് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതിനുള്ള ഐ മീൻ അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണോ എന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ നമുക്ക് പിയേഴ്സിന്റെ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് അതിന്റെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ആൻഡ് അതെന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് പിയേഴ്സിന്റെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ പിയേഴ്സിന്റെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കെല്ലാം പിയേഴ്സിന്റെ ഒരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എക്സാം പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മളൊരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ആൻഡ് ആ അക്കൗണ്ടിന്റെ അകത്ത് നമുക്ക് സ്മാർട്ട് പ്രിപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ സ്മാർട്ട് പ്രിപ്പ് എന്താണ്, അതിന്റെ റിസോഴ്സസ് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെയുള്ള വീഡിയോസ് ഞാൻ പഴയത് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ പിയേഴ്സിന്റെ ഒരു അക്കൗണ്ട് ഉണ്ടല്ലോ, നമുക്കൊരു ഐ ഡി ഒരു പാസ്വേഡ് ഉള്ളൂ, അതിന്റെ അകത്ത് കയറുക. അതിന്റെ അകത്ത് മുകളിൽ സ്മാർട്ട് പ്രിപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. സോ അതിന്റെ അകത്ത് നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽസ് പെർച്ചേസ് ചെയ്യാൻ പറ്റും. ഇപ്പം നിലവിൽ അതിന് നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. അതായത് കുറച്ച് നാളത്തേക്ക് 30% ഡിസ്കൗണ്ട് ഉണ്ട്. എല്ലാ PT പ്രിപ്പറേഷൻ റിസോഴ്സസിനും 30% ഡിസ്കൗണ്ട് ഉണ്ട്. അതിന് നിങ്ങൾ ഈ ഒരു കോഡ് അപ്ലൈ ചെയ്താൽ മതി. PTEPREP30 എന്നുള്ള ഈ ഒരു കോഡ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആ മെറ്റീരിയൽസിന് നിങ്ങൾക്ക് 30% ഡിസ്കൗണ്ട് ഉണ്ട്. പല ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്. അതായത് ഫുൾ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ഉണ്ട്, അല്ലാതെ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്, അങ്ങനെ കുറെ സാധനങ്ങൾ അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു ടാസ്കുകൾ ഞാൻ പറഞ്ഞു തന്നില്ലായിരുന്നു, ഇതെങ്ങനെയാ ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നില്ല. അപ്പൊ അതിനെ കുറിച്ച് ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പിയേഴ്സൺകാരുടെ ഒരു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരു
ഒരു PDF നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവും. സോ ആ PDF നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കി നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷനും ഇത് അപ്പം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത് എന്താണ് എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് വൺ സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. You will hear 3 people having a discussion where you hear the beep, summarize the whole discussion. You will have 10 seconds to prepare and 2 minutes to give your response. അപ്പൊ ഈ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പേ പറഞ്ഞു തന്നത്. ആൻഡ് ഇതിന്റെ അകത്ത് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റില്ലാത്തത്, ആ കാര്യങ്ങളാണ് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ നമ്മളിപ്പം ഡൂസ് എന്താന്ന് വെച്ചാൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമുക്ക് സ്പീക്കർ 1, സ്പീക്കർ 2 ആൻഡ് സ്പീക്കർ 3 എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നമ്മൾ നോട്ട് ചെയ്യുക. ടോപ്പിക്, മെയിൻ ഐഡിയ എന്താണ്, ടോപ്പിക് എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. ആൻഡ് അവർ പ്രത്യേകം പറയുന്നുണ്ട് ടെംപ്ലേറ്റുകൾ അല്ലെങ്കിൽ ടെംപ്ലേറ്റുകൾ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്ത് വെച്ചേക്കുന്ന സംഭവങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള കുറെ ഡോൺസും അവർ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. ആൻഡ് നെക്സ്റ്റ്, ഇപ്പം നിലവിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിൽ ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഈ മെറ്റീരിയൽസ് അവൈലബിൾ ആണോ എന്നുള്ളതാണ്. ഓക്കെ. ഇത് ആക്ച്വലി ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷന്റെ പ്രൊമോഷൻ ഒന്നുമല്ല. ഞാൻ ജസ്റ്റ് ഇപ്പം നിലവിൽ ഇന്നലെ രാത്രിയാണ് ഈ സംഭവങ്ങൾ വന്നതെങ്കിലും ഇന്നിപ്പം ഇത് അവൈലബിൾ ആയിട്ട്, ഇന്നിപ്പോ രാവിലെ ഞാൻ നോക്കിയപ്പം ഇതിപ്പം നിലവിൽ അവൈലബിൾ ആയിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത് ആൽഫ PT-യിലാണ്. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പം ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിൽ മാത്രം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യരുത്. ഇപ്പം നിങ്ങൾ ആൽഫ PT ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആൽഫ PT-യിൽ മാത്രം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യരുത്. അല്ല ഗുരുളി ആണെങ്കിൽ അത് മാത്രം പ്രാക്ടീസ് ചെയ്യല്. ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷന്റെയും സ്കോറിംഗ് ആക്യുറേറ്റ് അല്ല. അത് എന്നെ പോലെയും നിങ്ങളെ പോലെയുള്ള ആളുകൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരു മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ മാത്രമേ ഇതിനെല്ലാം കാണുള്ളൂ. അപ്പൊ നിങ്ങൾ എപ്പോൾ പ്രാക്ടീസ് ചെയ്താലും അറ്റ്ലീസ്റ്റ് ഒരു 3 തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ അകത്തെങ്കിലും പ്രാക്ടീസ് ചെയ്യണം. ആൻഡ് ഒരെണ്ണത്തിന്റെ അകത്തോ അല്ലെങ്കിൽ 2 എണ്ണത്തിന്റെ അകത്തോ നിങ്ങൾക്ക് പെയ്ഡ് മെമ്പർഷിപ്പ് എടുക്കാം. ആൻഡ് ഒരെണ്ണത്തിന്റെ അകത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോ ഗുരുളി പെയ്ഡ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആൽഫ PT-ക്കകത്ത് ഡെയിലി നിങ്ങൾക്ക് എത്ര വേണേലും പ്രാക്ടീസ് ചെയ്യാം. 5 എണ്ണത്തിന്റെ സ്കോറിംഗ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് അതേപോലെ കുറെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, ലാംഗ്വേജ് അക്കാഡമി, ഗുരുളി, ആപ്യൂനി, അങ്ങനെ ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ ഏത് വേണേലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ വീണ്ടും ഞാൻ പറയാണ്, ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ അകത്ത് സ്കോർ കണ്ടിട്ട് മാം എനിക്ക് ആൽഫ PT-യിൽ പ്രാക്ടീസ് ചെയ്തപ്പോൾ എനിക്ക് മോക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് 70 കിട്ടി, പക്ഷെ എക്സാമിന് പോയി 58 കിട്ടിയുള്ളൂ, അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോലും നിങ്ങൾ, ഞാനിപ്പോ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴാണെങ്കിലും ഞാൻ എപ്പോഴും ചെയ്യുന്നത് കുട്ടികളെ കൊണ്ട് നമ്മൾ ജാനമൻ അക്കാഡമി അല്ലെങ്കിൽ പൊക്കിയോ PT-യുടെ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. പിന്നെ വേറെ 2 ആപ്ലിക്കേഷൻ്റെ അകത്ത് കൂടെ ഞാൻ ചെയ്യിപ്പിച്ചിട്ട് തന്നെയാണ് അവരുടെ ഒരു എക്സാമിന് ഡേറ്റ് എടുക്കാൻ പറയാറുള്ളൂ. അല്ലാതെ നിങ്ങൾ ചാടി കയറിപ്പോയി നിങ്ങൾ എക്സാമിന് ഡേറ്റ് എടുക്കരുത്. ആൻഡ് ചില ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു എക്സാം അതിൻ്റെ അകത്ത് ഈ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വന്നത് കൊണ്ട് എക്സാമിന്റെ റിസൾട്ട് വരാൻ താമസമുണ്ടോ? എക്സാമിന്റെ റിസൾട്ട് വരാൻ താമസമൊന്നുമില്ല. 2 to 5 ബിസിനസ് വർക്കിംഗ് ഡേയ്സ് എന്നായിരുന്നു നേരത്തെയും അതിന്റെ ഒരു ടൈം എന്ന് പറയുന്നത്. അത് തന്നെയായിരിക്കും 2 to 5 ബിസിനസ് വർക്കിംഗ് ഡേയ്സ്. പിന്നെ ചില ആളുകൾക്ക് നേരത്തെ കിട്ടും, ചില ആൾക്ക് പിറ്റേ ദിവസം കിട്ടും, അങ്ങനെയൊക്കെ ഉണ്ട്. അത് ഇറ്റ് ഡിപ്പെൻസ്. പിന്നെ എക്സാം ഫീസിൽ മാറും. ഇത് എല്ലാ വർഷവും ജാനുവരി ആകുമ്പോഴത്തേനും എക്സാം ഫീസിൽ ഇൻക്രീസ് ആകും. അത് PT മാത്രമല്ല, PTയും PT IELTSഉം എല്ലാ സാധനങ്ങളുടെയും ഫീസ് എല്ലാ ജാനുവരിയിലാവുമ്പോഴത്തേനും ഫീസിന് മാറ്റമുണ്ടാവും. ഓക്കെ. ആൻഡ് ഇത് ഇപ്പൊ നിലവിൽ ഇന്നിപ്പോ ഞാൻ രാവിലെ കയറി നോക്കിയപ്പം ആൽഫ PT-യിലാണ് കണ്ടത്. അതിൻ്റെ അകത്ത് രണ്ട് ടാസ്കുകളും റെസ്പോണ്ട് ബേസ് സിറ്റുവേഷനും സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷനും അതിൻ്റെ അകത്ത് ഓൾറെഡി കിടപ്പുണ്ട്. ആൻഡ് റെസ്പോണ്ട് ബേസ് സിറ്റുവേഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ ഓൾറെഡി നമുക്ക് എക്സാമിന് നമ്മൾ PT കോറിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. സോ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ഓൾറെഡി ഇതിൻ്റെ അകത്തുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണേലും ഇതൊക്കെ ടെംപ്ലേറ്റ് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ടെംപ്ലേറ്റ് യൂസ് ചെയ്യാം. പക്ഷെ എപ്പോഴും സർക്കുലേറ്റ് ചെയ്തിട്ടുള്ള ടെംപ്ലേറ്റുകൾ യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷെ ഇവരിപ്പോ ഇന്നലെ വന്ന മെയിലിന്റെ അകത്ത് പ്രത്യേകം അവരെടുത്ത് പറയുന്നത് നിങ്ങൾ ടെംപ്ലേറ്റുകൾ യൂസ് ചെയ്യരുത് എന്നാണ്. അപ്പം നമ്മൾക്ക് മനസ്സിലാവും ഏതൊക്കെ ടെംപ്ലേറ്റുകൾ എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്താൽ നമുക്ക് ഇതിന്റെ സ്കോർ കയറാൻ സാധിക്കും എന്നുള്ളത്. സോ ഇത് ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
അത് ആക്ച്വലി ഇന്ന് ഇവിടെ ഇന്റർനെറ്റിന്റെ ഇഷ്യൂ ഉണ്ട്. എനിക്ക് ആക്ച്വലി വൈഫൈ ഒന്നും കിട്ടുന്നതില്ല. പക്ഷേ ഇത് പുതിയൊരു അപ്ഡേറ്റ് ആയതുകൊണ്ട് ഒരുപാട് കുട്ടികൾ എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ മൊബൈൽ ഡേറ്റ ടെതർ ചെയ്തിട്ടാണ് ഞാൻ ഈ ഐ മീൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ റെക്കോർഡിംഗ് ബാർ ഇവിടെ സ്റ്റാർട്ട് ആവുന്നില്ല. കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഇത് എങ്ങനെയാണ് പറയേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ റെക്കോർഡിംഗ് വിൽ ബിഗിൻ ഇന്ന് മാത്രമേ കാണിക്കുന്നുള്ളത്, സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ ഇതിന്റെ അകത്ത് പറയുന്നത് എന്താ, നിങ്ങൾക്കൊരു മെഡിക്കൽ അപ്പോയിന്റ്മെന്റ് ഉണ്ട് വിത്ത് യുവർ ഫാമിലി മെമ്പർ. അപ്പം വർക്കിൽ നിന്ന് നേരത്തെ പോകണം. അപ്പൊ അതിന് മാനേജറിന്റെ അടുത്ത് നിന്ന് പെർമിഷൻ മേടിക്കാം. അപ്പൊ നമുക്ക് പറയാം, ഹൈ സർ, ഐ നീഡ് ടു ലീവ് ദ വർക്ക് എ ബിറ്റ് ഏർലി ആസ് ഐ നീഡ് ടു ഗോ ടു ദ ഹോസ്പിറ്റൽ വിത്ത് മൈ ഫാമിലി മെമ്പർ ആൻഡ് ദർ ഇസ് എ മെഡിക്കൽ അപ്പോയിന്റ്മെന്റ് അറ്റ് 3 p.m. Thank you for understanding. I hope that you will give me permission. Thank you for understanding and for spending your valuable time, and I appreciate your support. And if there is anything else which you need to know from me, please do let me know so that I can arrange it for you and get back to you as soon as possible. എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് സാധനം പറഞ്ഞാലും അതിന് ലാഗ് വരുന്നത്. ഇതിന്റെ അകത്ത് കണ്ടന്റ്, ഫ്ലുവൻസി, പ്രൊനൗൺസിയേഷൻ, അങ്ങനെ 3 രീതിയിലായിരിക്കും അവർ മാർക്ക് നോക്കുന്നത്. കണ്ടന്റ് എന്ന് പറയുന്നത് ഇവർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് മെഡിക്കൽ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട് ഫാമിലി മെമ്പറുമായിട്ട് പോവുകയാണ്, എത്ര മണിക്കാണ് അപ്പോയിന്റ്മെന്റ്, അതിന് വേണ്ടിയിട്ട് പെർമിഷൻ ചോദിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ്. മനസ്സിലായില്ല? അപ്പൊ ഇതെല്ലാമാണ് കണ്ടന്റ്. അത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കണ്ടന്റ് ആണോ നമ്മൾ പറയുന്നത്, അതോ ചുമ്മാതെ എന്തെങ്കിലും ഒക്കെയാണോ പറയുന്നതെന്ന് നോക്കും. പിന്നുള്ളത് ഫ്ലുവൻസി ആൻഡ് പ്രൊനൗൺസിയേഷൻ. ഫ്ലുവൻസി ആൻഡ് പ്രൊനൗൺസിയേഷൻ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം, ബാക്കി എല്ലാ സ്പീക്കിംഗ് ടാസ്കിനും ചെയ്യുന്നത് പോലെ തന്നെ ഫ്ലുവൻസി ഇസ് എ ഫ്ലോ ഓഫ് എ സ്പീച്ച്. നിങ്ങൾ വായിക്കുന്നതിന്റെ ആ ഒരു ഫ്ലോനെയാണ് നമ്മൾ ഫ്ലുവൻസി എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വരുന്ന ടാസ്ക് എന്ന് പറയുന്നത് സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ആണെങ്കിലും ഇവിടെ ഒരു 3 ആളുകൾ ഒരേ സമയത്ത് സംസാരിക്കുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. അപ്പൊ ഇവിടെ നമുക്കൊരു 3 ആളുകൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോ റെക്കോർഡിംഗ് ബിഗിന്ന് കാണിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പൊ ഇവിടെ 3 ആളുകൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവര് സ്റ്റേജ് ഫിയറിനെ കുറിച്ചിട്ടായിരുന്നു സംസാരിക്കുന്നത്. അപ്പൊ സ്പീക്കർ 1 പറഞ്ഞത് എന്തായിരുന്നു? അപ്പൊ പറഞ്ഞ നോട്ട്സുകൾ നമ്മൾ നോട്ട് ചെയ്തേക്കും. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞുതരാം. സ്പീക്കർ 1 പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഐ നീഡ് ടു ഡു എ പ്രസന്റേഷൻ ഇൻ ക്ലാസ് ടുമോറോ, ഓക്കെ, ആൻഡ് ഐ എം പാനിക്കിങ്. പിന്നെ ഞാൻ എഴുതി വെച്ച കുറച്ച് വേർഡ്സ് ആണ്, സ്റ്റൊമക് ടേൺ, പിന്നെ പിന്നെന്താ, അത്രയും കാര്യങ്ങൾ പറയുമ്പോഴത്തേനും രണ്ടാമത്തെ ഫ്രണ്ട് പറയുന്നതാണ് അതൊരു കോമൺ ഫിയർ ആണ്. പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത്, പബ്ലിക് സ്പീക്കിംഗ് ഈസ് എ കോമൺ ഫിയർ, യു വിൽ ബി ഫൈൻ എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് ഫ്രണ്ട്, മൂന്നാമത്തെ സ്പീക്കർ 2 ചോദിക്കുന്നു, നിങ്ങൾ ഉറക്കെ വായിച്ച് അല്ലെങ്കിൽ ഉറക്കെ പ്രസന്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തായിരുന്നു എന്നുള്ളത്. അപ്പൊ ആദ്യം 3 പേരും എന്താണ്, സ്പീക്കർ 1 എന്താണ് പറഞ്ഞത്, സ്പീക്കർ 2 എന്താണ് പറഞ്ഞത്, ആൻഡ് സ്പീക്കർ 3 എന്താണ് പറഞ്ഞതെന്ന് നമ്മൾ പറയും. ആൻഡ് വീണ്ടും അപ്പം എവിടെന്നാ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്? സ്പീക്കർ 3യിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. സ്പീക്കർ 3 ചോദിക്കുകയാണ്, ഡിഡ് യു പ്രാക്ടീസ് ഇറ്റ് ലൗഡ്ലി, നീ അത് ഉറക്കെ വായിച്ചിരുന്നോ എന്ന് ചോദിക്കുന്നു. സോ അവിടുന്ന് വേണം അടുത്ത കണ്ടിന്യൂഷൻ വരാൻ. അല്ലാതെ അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്നതൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് പറഞ്ഞു തീർക്കുകയല്ല. സോ സ്പീക്കർ 3 ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. സോ അതിനുള്ള റിപ്ലൈ സ്പീക്കർ 1 പറയുന്നു, ഐ ഹാവ് നോട്ട് പ്രാക്ടീസ് ലൗഡ്, ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പം സ്പീക്കർ 2 പറയും, അങ്ങനെയാണെങ്കിൽ നീ ഞങ്ങളുടെ ഫ്രണ്ടിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ, സോ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. അപ്പം അങ്ങനെ
ഓരോ ക്വസ്റ്റ്യൻ ആരാണ് ചോദിക്കുന്നത് ആൻഡ് അതിനുള്ള റിപ്ലൈ ആരാണ് നൽകുന്നത് എന്നുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം. കേൾക്കുന്ന വേർഡ്സ് ചുമ്മാതെ എഴുതി വെക്കുന്നത്, ഇപ്പം നിങ്ങൾക്ക് റീറ്റെയിൽ ലെക്ചർ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ആ ഒരു ഓഡിയോ കേട്ടിട്ട് നമ്മൾ വെറുതെ പെട്ടെന്ന് എഴുതി വെക്കും, നമ്മളിങ്ങനെ കുനുകുനാന്ന് എഴുതി വെക്കും. പിന്നീട് വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടില്ല നമ്മൾ എന്തായിരുന്നു എഴുതിയത്. അപ്പൊ നിങ്ങൾ എഴുതുന്നത് ഇംഗ്ലീഷിൽ എഴുതിയാലും മലയാളത്തിൽ എഴുതിയാലും നിങ്ങൾ എന്താണ് എഴുതിയെന്ന് വായിക്കേണ്ടത് നിങ്ങളാണ്. അപ്പൊ അത് നിങ്ങൾക്കൊരു ബോധം ഉണ്ടാവണം, നിങ്ങൾ എഴുതിയേക്കുന്നത് ഞാൻ വായിക്കാനുള്ളതാണ്, അപ്പൊ അത് വൃത്തിക്ക് എഴുതണം എന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് പ്രത്യേകം അവർ പറയുന്നതാണ് സ്പീക്കർ വണ്ണിന്റെ, ഇപ്പൊ സ്പീക്കർ വൺ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അറിയാണ്ട് കയറി അയ്യോ സ്പീക്കർ 3 ആണ് പറഞ്ഞത് അങ്ങനെ പറയരുത്. കറക്റ്റ് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം ഓരോ സംഭവം ആരാണ് പറഞ്ഞത് എന്നുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് അഡീഷൻ ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഓഗസ്റ്റ് 7th ശേഷം ഡേറ്റ് എടുത്തേക്കുന്ന ആളുകൾ ടെൻഷൻ അടിക്കേണ്ട. എല്ലാ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലും ഇന്ന് നാളെയൊക്കെ ആയിട്ട് തന്നെ അതിന്റെ അപ്ഡേറ്റുകൾ വന്നോളും. ആൻഡ് നിങ്ങൾക്ക് ഓൺലൈൻ പേഴ്സണലൈസ്ഡ് കോച്ചിങ്ങിന് ഇൻട്രസ്റ്റഡ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കോച്ചിങ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് എക്സാം ബുക്കിങ്ങിന് നിങ്ങൾക്ക് ഇപ്പൊ എക്സാം ബുക്ക് ചെയ്യണമെങ്കിലും അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും അല്ലെങ്കിൽ ഇതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഞാൻ അതിന് എന്താണെങ്കിലും നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാവുന്നതാണ്. എന്ത് ഡൗട്ടുകൾ പുതിയ ടിപ്സിനെ കുറിച്ചോ അങ്ങനെ എന്ത് അല്ലെങ്കിൽ പുതിയ അപ്ഡേറ്റ്സുകളെ കുറിച്ചിട്ടോ എന്തിനെ കുറിച്ചും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ആൻഡ് പുതിയ അപ്ഡേറ്റുകൾ അറിയാനായിട്ട് എപ്പോഴും പ്രൊക്യൂർ PTയുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക ആൻഡ് ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യാം. താങ്ക് യു.